നമസ്കാരം. വൈകിട്ട് ദിലീപ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പടത്തിന്റെ ഒരു ഓഡിയോ ലോഞ്ച് ചടങ്ങുണ്ട്, 6:30 മണിക്കാണ്. ഒന്നും ആലോചിക്കാണ്ടായിരുന്നില്ല, അവിടെ തന്നെ പറഞ്ഞു ഓക്കെ ഞാൻ അവിടെ എത്തിയിരിക്കും, ഉറപ്പായിട്ട് എത്തിയിരിക്കുന്നു. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ച് ഒരു ചെറിയ ഫാമിലി ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 7 മണിക്കായിരുന്നു, ഞാൻ 8 മണിക്കത്തേക്ക് മാറ്റി. അങ്ങനെ പുറപ്പെടാൻ വേണ്ടി പെട്ടെന്നൊരു ചെറിയ ആലോചന മനസ്സിലൊരു ഡൗട്ട് വന്നു. ദിലീപ് വേറെ നല്ല ചടങ്ങിന് വരികയാണ്, തീർച്ചയായിട്ടും അതിന് വന്ന് പങ്കെടുക്കുമ്പോൾ അതിന് ആ പടത്തിന് വേണ്ടിയിട്ട്, ആ പടത്തിന്റെ വലിയ വിജയത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നൊരു മര്യാദയുണ്ട്. പക്ഷെ അവിടെയാണ് പ്രശ്നം. ഈ പ്രാർത്ഥനകൾ നമുക്ക് കളത്തിനെ കാണിക്കാൻ പറ്റില്ലല്ലോ. 26-ാം തീയതിയാണ് ഈ പടം റിലീസ് ചെയ്യുന്നത്. 3-ാം തീയതി എന്റെ മകന്റെ പടം നടികൾ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് കുഴപ്പമാകുമോ എന്ന് പറയുന്നൊരു ടെൻഷൻ കുറച്ചു നേരത്തൊക്കെ ഉണ്ടായി. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ ഓടുന്ന പടങ്ങൾ, നല്ല പടങ്ങളൊക്കെ വരുമ്പോഴാണ് തിയേറ്ററിലേക്ക് ആളുകൾക്ക് വരാനുള്ള താല്പര്യവും ആഗ്രഹവും ഉണ്ടാകുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് മലയാള സിനിമയുടെ പുഷ്കര കാലഘട്ടം എന്ന് തന്നെ പറയാം. സിനിമകൾ ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് വിടാം. തിയേറ്ററിലേക്ക് ആളുകൾ വരാൻ കൊതിക്കുകയാണ്. ഒരു സിനിമ കണ്ടിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അടുത്ത സിനിമ കാണാനുള്ള ആഗ്രഹത്തിലേക്ക് ആളുകൾ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ വളരെ നല്ലൊരു സീസണിലാണ് വന്ന് നിൽക്കുന്നത്. എല്ലാ ഐശ്വര്യങ്ങളും പങ്കുണ്ടാകട്ടെ. കെയർടേക്കർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവർക്കും വേണ്ട ആളാണ് കെയർടേക്കർ. എന്നാൽ എല്ലാ കുറ്റങ്ങളും കേൾക്കേണ്ടി വരുന്ന ഒരാളുമാണ് കെയർടേക്കർ. ഒരു പടത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കതിന്റെ സ്വഭാവവും അതിന്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വശവും കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആ പടത്തിന്റെ വിജയത്തിന്റെ ആദ്യ പടി കയറി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കലാണ്. എല്ലാ ഐശ്വര്യങ്ങളും വിനീതിനും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് പുതിയതായിട്ട് തുടങ്ങുന്ന ഫിയോക്ക് എന്ന് പറയുന്ന ഈ വിതരണ കമ്പനിക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നന്മകളും തരുന്നു. താങ്ക് യു വെരി മച്ച്. ഞങ്ങളുടെ എല്ലാവരുടെയും വക നടികർക്കും എല്ലാവിധ നന്മകളും ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. സാറിന് സംസാരിക്കേണ്ട സമയമായിരിക്കുന്നു.